ഹലോ ഗായ്സ്. എന്റെ തൊണ്ടല്ല എന്റെ തൊണ്ട പോയിട്ട് ചുമ പിടിച്ചിരിക്കണത്. ഞങ്ങളൊരു സിനിമ കണ്ടു ഇന്നലെ അല്ലെ, അന്വേഷിപ്പിൻ കണ്ടെത്തും. അതായിരുന്നു സിനിമ. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഏത് മൂവിക്കാന്നുള്ള. അതിൽ ഒരാള് മാത്രമാണ് അത് ശരിയായ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാരും പ്രേമലു പ്രേമലു എന്ന് പറഞ്ഞിരിക്കും. പ്രേമലുവിലേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തും അടിപൊളി സിനിമ അല്ലേ, നല്ലൊരു ത്രില്ലർ മൂവി, ക്രൈം ത്രില്ലർ മൂവിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ടോവിനോയുടെ ഒരു വേറിട്ടൊരു കഥാപാത്രം. നമ്മൾ കൽക്കിയിൽ കണ്ട ഒരു പോലീസ് ഓഫീസേ അല്ല, ഒരു പാവം പിടിച്ച ഒരു സാധു പോലീസ്. മാസ് സാധനങ്ങൾ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല. ഭയങ്കര അല്ല, ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെയൊക്കെ തോന്നി. പിന്നെ ഇതിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡാർവിൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആളുടെ മുന്നത്തെ പടം കണ്ടിട്ടില്ല, ഇനി ഫസ്റ്റ് മൂവി ആണെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് മൂവി ആണെങ്കിൽ തന്നെ ഇത്രയും ഗംഭീരമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് എടുത്ത് പറയാൻ തന്നെ വേണം. അടിപൊളിയായിട്ട് അതിന്റെ ആ ഡയറക്ഷനും അതിന്റെ ഓരോ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ടാണെങ്കിൽ പോലും അതിന്റെ ഓരോ മൂവിങ് ഉണ്ടല്ലോ, കഥയുടെ ഒരു പോക്കുണ്ടല്ലോ, അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത്. ഈ സത്യം പറഞ്ഞാൽ രണ്ട് കഥകളാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മള് ഫസ്റ്റ് നടക്കണ ആ ഒരു ഇതിൽ തന്നെയാണോ പോവാന്ന് വിചാരിക്കും, ഒരു ക്രൈമിനോട് ബന്ധപ്പെട്ടാണ് വിചാരിക്കും. പക്ഷെ അതിൽ ട്വിസ്റ്റ് വരുന്നുണ്ട്. ക്ലൈമാക്സിന് നല്ലൊരു ട്വിസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ചെങ്ങയില്ലേ, CA വരില്ലേ, നമ്മുടെ കണ്ണൂർ സ്കോഡത്തെ അസീസ്. അയ്യോ, ഒട്ടിപ്പൊളി പ്രകടനമായിട്ടുണ്ട് കേട്ടോ. ആ CA ആയിട്ട് വന്നിട്ട് മൂപ്പര ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു പോലീസ് ക്യാരക്ടർ, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് മൂപ്പര ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടയം നസീർ, അയ്യോ കോട്ടയം നസീർ അതെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊക്കെ എന്താ, നമ്മള് കഥയിലൂടെ പോകുന്നതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട്. അതെ അതെ അതെ, പഴയ കാലഘട്ടമാണ് എടുത്ത് കാണിക്കുന്നത്. സത്യം അത് ആ ഒരു കാലഘട്ടത്തിന് ബേസ് ചെയ്തിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ ടൊവിനോ ആണെങ്കിലും പറയണ്ടല്ലോ, ടൊവിനോയുടെ ഒരു പ്രത്യേക ഒരു ഇതിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു പോലീസ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു നല്ലൊരു മീശ പിരിക്കാത്ത സൈഡ് മൂടി ചീന്തി നല്ലൊരു ലുക്ക്, ഒരു സാധാ ഒരു നമ്മൾ പണ്ട് ആ ഒരു കാലഘട്ടത്തിൽ കാണുന്ന പോലീസുകാർ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ടോവിനോയിൽ എടുത്തു വെച്ചിട്ടുള്ള. ഒരുപാട് മാസ ഡയലോഗും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. പക്ക ജെന്യൂൻ ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിക്ക് അതിൽ ആ ഒരു ചെക്കുണ്ടല്ലോ, അവന്റെ ആ ഓട്ടം കണ്ടിട്ടാണ് എന്ത് ഓട്ടം കുരിപ്പറിയോ, ഒടുക്കത്തെ ഓട്ടം. ടോവിനൊന്നും പിടിച്ചു കിട്ടണില്ല. ആ ഒരു സീന് ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒയ്യോ, അത് നല്ലൊരു ഇതായി. പിന്നെ ട്വിസ്റ്റ് വരുന്നുണ്ട്, ക്ലൈമാക്സ് ട്വിസ്റ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇന്ന ആളാണോ നമുക്ക് തോന്നും. ഇതെന്ത് ഇയാള്, അപ്പൊ അയാളല്ലേ. ആ രീതിയിലായിരുന്നു അതിന്റെ ഒരു ഇതുണ്ടായിരുന്നത്. ഭയങ്കര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ ഓവറോൾ നല്ലൊരു സിനിമ, നല്ലൊരു ഫീൽ ഗുഡ്, നല്ല ക്രൈം ത്രില്ലർ. ആദ്യമൊക്കെ ആ ഒരു പഴഞ്ചൻ ആ ഒരു ഫ്രെയിം കണ്ട പോലൊക്കെ. അതിന്റെ അയ്യോ എടുത്ത് പറയേണ്ടത് ടൈറ്റിലാട്ടോ, ഞാനത് മറന്നുപോയി. ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ടൈറ്റിൽ എഴുതി. നമ്മൾ സാധാരണക്കാര് പഴയങ്ങാടും ഇങ്ങനെ ഫസ്റ്റ് ലെറ്റർ വന്ന് ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് ഡിസൈനോട് കൂടിയൊക്കെ വന്നിട്ട് അങ്ങനെ എഴുതി കാണിച്ച് പോവല്ലേ ചെയ്യാറ്. പക്ഷെ ഇതില് അങ്ങനെ ഒന്നും കണ്ടില്ല. ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. അത് പെട്ടെന്ന് മിന്നി എടുക്കണോ കഴിയണോ പോണു, അത്രേ ഉള്ളു. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുതുമ തോന്നി. വേറൊരു സിനിമയിൽ നമ്മൾ കാണാത്ത ഒരു ടൈറ്റിൽ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര ഒരു പുതുമയായിട്ട് തോന്നി ഈ ഒരു പടത്തില്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ. നമുക്ക് ഓവറോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇത് ഞങ്ങളുടെ ഒപ്പീനിയൻ ആട്ടോ. അത് ബേസിക്കലി നമ്മൾ പറയാം. ഇനിയിപ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ കുറേ അതാണ് ഇതാണെന്നും പറയല്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഇനി പ്രേമല് പോയി കാണാനുണ്ട്. ഞാൻ അതിൻ്റെ കണ്ടിട്ടും കൂടെ റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ഇത് റിവ്യൂ ചാനലല്ല, പക്ഷെ എന്നാലും എല്ലാം കൊണ്ടും നമ്മളൊരു തട്ടിക്കുട്ടി ചെയ്യാന്നുള്ളത് മാത്രം. അതെ അതെ, സിനിമാ പ്രേമികളായത് കൊണ്ട് ഞങ്ങൾ സിനിമ റിവ്യൂ കൂടെ ഇടുന്നുള്ളൂ മാത്രം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ.